വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് 31 ഡിസംബർ, എൻഡ് ഓഫ് ദ ഇയർ 2024. സോ ഇന്നൊരു ചെറിയ വ്ളോഗ് എടുക്കാന്ന് വെച്ചു. ഒരു കാര്യമില്ല, കുറേ നാളായാലും ഒരു വ്ളോഗ് ചെയ്തിട്ട്. സോ ഇന്നത്തെ ഒരു ലാസ്റ്റ് ഡേ ഓഫ് 2024 ആയതുകൊണ്ട് ഇന്നൊരു വ്ളോഗ് എടുക്കാന്ന് വെച്ചു. ഇപ്പം ഞങ്ങൾ എറണാകുളത്തോട്ട് പോവുകയാണ്, കുറച്ച് ആവശ്യമുണ്ട്. ഇപ്പോൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് കൊല്ലത്തുനിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ആര്യസിലോട്ട് പോവാം, കാണാം. പാറുവിനോട് ചോദിക്കാം, പാറു ഈ വർഷത്തെ ലാസ്റ്റ് ഡേ ആണ്, എന്താ തോന്നുന്നത്? തോന്നുന്നില്ല, എനിക്ക് ഉറങ്ങണോ? പാറു ഉറക്കമായിരുന്നു ഇത്രയും നേരം വണ്ടിക്കകത്ത് കിടന്ന്. ഇത് സുന്ദരിയാ പാറു. 2024 ഞങ്ങൾ കഴിക്കുന്ന ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ ഫേവറേറ്റ് ദോശ. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ എറണാകുളം ഹൈക്കോടതി. Turn left onto Banerjee Road. ടേൺ ലെഫ്റ്റ്. ഹൈക്കോടതിൻ്റെ അവിടെ അച്ഛനെ ഇറക്കി. അച്ഛൻ എന്താ അവിടെ എന്തോ മീറ്റിംഗ് എന്തോ ഉണ്ട്. നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഡ്രൈവർ പാർവതിയെ ഞാൻ In about 1.5 kilometers, keep right. ഇറക്കി. ഞാൻ നേരെ പോകുന്നത്, മെയിനായിട്ട് വന്നത് എൻ്റെ ഇപ്പം നിൽക്കുന്ന സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഷിഫ്റ്റ് ചെയ്യണം. അപ്പം കുറച്ച് ഷിഫ്റ്റിംഗ് പരിപാടിയുണ്ട്. അപ്പം ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാർവതിയെ കൊണ്ടുവന്നത്. അപ്പം എറണാകുളത്ത് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷമായി. അപ്പോൾ 1.5 വർഷമായിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഇറങ്ങേണ്ടില്ല, പോകേണ്ടി വരുന്നൊരു സാഹചര്യം എത്തി. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിലെല്ലാം ഷടപടേന്നായിരുന്നു. പുതിയ സ്ഥലം എന്തോ ഭാഗ്യത്തിന് കിട്ടി. സോ അങ്ങോട്ടേക്ക് ഇന്ന് മാറണം. കാരണം നാളെ ജനുവരി 1 ആണ്. ജനുവരിക്ക് മുന്നേ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നാണ് മാറാന്ന് വെച്ചത്, 31. സൂക്ഷിച്ചു പോകണേ. അപ്പം ഞാൻ പാറുവിന് വഴി പറഞ്ഞു കൊടുക്കട്ടെ. അവിടെ എത്തിയിട്ട് ഷിഫ്റ്റിങ് കാര്യങ്ങളൊന്നും ഞാൻ എടുക്കത്തില്ലായിരിക്കും. എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. പിന്നെ ഇന്ന് മെയിനായിട്ട് അതേ ഉള്ളൂ. 31 ഇന്നത്തെ ദിവസം ഷിഫ്റ്റിങ്ങും പിന്നെ തിരിച്ച് നേരത്തെ വീട്ടിൽ എത്തണം. In 1 kilometer, keep right. ഷിഫ്റ്റിംഗ് ഡൺ. പാവം പാറു എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത്. എത്ര സാധനങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ കുഴഞ്ഞു പോയേനെ. 2 ട്രിപ്പ്. അത് ലാസ്റ്റ് ട്രിപ്പിൽ ഓട്ടോയും വിളിച്ചതാണ്. ഒരു വീടിലാണ്, ഞാനൊരു റൂമിലൊരു വീടിനുള്ള സാധനം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അറിയുന്നത് വീട്ടിലത്തെ പോലെ. 3:30 മണിയായതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശക്കണം. 4 മണിയായോ, 3:45. ഇനി ഒന്നും കഴിച്ചില്ലെങ്കിൽ പാറു ചിലപ്പോൾ എന്നെ കഴിക്കും. എന്താ ഓർഡർ ചെയ്ത പാറു? എന്തൊക്കെ ഓർഡർ ചെയ്ത? ഞങ്ങളൊരു പെപ്പർ സ്മോക്ഡ് ഫ്രൈഡ് റൈസും പിന്നെ എന്തോ ഒരു സ്പെഷ്യൽ ഡ്രംസ് ഓഫ് ഹെവൻ ചിക്കൻ. അച്ഛൻ പറഞ്ഞപ്പോൾ ലൈറ്റായിട്ട് കഴിച്ചാൽ മതി, ആലപ്പുഴ എത്തുമ്പോൾ ഹെവി ആയിട്ട് മേടിച്ചു തരാം. അപ്പം ഞങ്ങൾ ലൈറ്റായിട്ട് 2 സാധനം മാത്രമേ പറഞ്ഞോളൂ. മേടിച്ച് തന്നില്ലേ ഇല്ല. സമയം നോക്കുക നിങ്ങൾ 3:55. ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങിയത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് കഴിച്ചു. പിന്നെ പാക്ക് ചെയ്ത് ഞാൻ കുഴഞ്ഞു. മിക്കവാറും നാളെ ഞാൻ വീഴും. ജനുവരി 1 മിക്കവാറും ഞാൻ പനി പിടിച്ച് കിടപ്പായിരിക്കും. ഒട്ടും വയ്യ എനിക്ക്. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അച്ഛനെ പിക്ക് ചെയ്യാൻ പോവാം. പാവ അച്ഛൻ 1 മണി തൊട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. സമയം ഇപ്പം 4:30 ആയി കാണും. 6 മണിക്ക് വീട്ടിൽ എത്തണമെന്ന് പറഞ്ഞാണ് ഞാൻ ഇറങ്ങിയത്. ഇനിയിപ്പോൾ
6 മണിയും കഴിഞ്ഞ് 8 മണിയായാലും എത്തില്ലാൻ തോന്നുന്നു. ചെറിയ ന്യൂ ഇയർ പാർട്ടി ഉണ്ടായിരുന്നു ജിമ്മിൽ, അതിനൊന്ന് പോകണമെന്നുണ്ടായിരുന്നു. അത് 8 മണി വരെ ഉള്ളൂ. അപ്പോൾ അതിന് പോകാൻ പറ്റത്തില്ല. അതിന് മാത്രമേ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂ ഇയർ കഴിഞ്ഞ 2 വർഷമായിട്ട്, 2 വർഷമല്ല, കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊച്ചിൻ കാർണിവലിൽ പോയായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു ശപഥം എടുത്ത് തിരക്കുള്ള സ്ഥലത്ത് ഇനി പോകത്തില്ല. എസ്പെഷ്യലി ന്യൂ ഇയറിന് വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നതാണ് ഏറ്റവും വലിയ സുഖം, ഏറ്റവും വലിയ ആഘോഷവും. അന്ന് ജീവൻ തിരിച്ചിട്ടേന്റെ ഭാഗ്യം. സോ വീട്ടിൽ പോവാ, ഇഷ്ടമുള്ള ഏതെങ്കിലും സീരീസോ മൂവീസോ കാണുക, സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. അതാണ് ന്യൂ ഇയർ പ്ലാൻ. ഗായ്സ്, ഞങ്ങളിപ്പോൾ ഹരിപ്പാടെത്തി. ഇനി ഡിന്നർ കഴിക്കാൻ പോവാണ്. കുഴഞ്ഞു. അപ്പൊ ഗായ്സ്, ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ്, ഒന്നുമില്ലാത്ത വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി വീട്ടിലോട്ട്. സമയം ഇപ്പം 9:45. ഓക്കെ, ഇപ്പൊ ഹരിപ്പാടെത്തി. ഇനി ഒരു 1/4 മണിക്കൂറിനകം വീട്ടിലെത്തും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2025 ഒരു അടിപൊളി വർഷമാകട്ടെ. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. അത്രേ ഉള്ളൂ.